അശ്വതിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത്? പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാരെന്ന് സിനിമ എന്തിനാണ് കാണുന്നത്? സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു. എന്തുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വേണം, 3 ദിവസം കഴിഞ്ഞിട്ട് വേണം, ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഒന്നേ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്തിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടും സ്വാഭാവികമായിട്ടും എൻ്റെ പടങ്ങൾ റിവ്യൂ ചെയ്യുമ്പോഴും. അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. ഞാൻ അച്ഛനായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ, സൗഹൃദമുണ്ട്. കാരണം എന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വന്താണ്. ഞങ്ങൾ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷവും. അപ്പോൾ ആ രീതിയിൽ അശ്വന്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക്. സോ അവരെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ അജണ്ട ഒന്നുമല്ല. കൃത്യമായിട്ട് നമ്മളെ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മളും ഇതേ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്, നമ്മൾ സിനിമ എടുക്കുന്നത്. അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇടണമെന്ന് നിർബന്ധമല്ലോ. കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു, 2 റിവ്യൂ വരുന്നു, 3ാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വന് സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വന് അതിനായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ പുള്ളിയുടെ അത് എന്താ പറയണ്ട, അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങൾ അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല. കാരണം അവരവരുടെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ. ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പം